നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം അരൂരിൽ ഈയിടെ വൻ ഗതാഗത കുരുക്ക് പ്രകടമാണ്. ഉയരപ്പാതയുടെ തൂണുകൾക്ക് മുകളിൽ ഗർഡറുകൾ ഉയർത്തിവയ്ക്കാനുള്ള ലോഞ്ചിങ് ഗാൻട്രി ക്രെയിൻ സ്ഥാപിക്കുന്നതിനാൽ എരമല്ലൂർ മുതൽ അരൂർ ബൈപ്പാസ് കവല വരെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് നേരിട്ടു. ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അരൂർ ക്ഷേത്രം കവലയിലെയും ക്ഷേത്രം കവലയ്ക്ക് തെക്ക് ഭാഗത്തുള്ള കെൽട്രോൺ കവലയിലെയും ക്രോസിംഗ് ഗ്യാപ്പുകൾ അടച്ചതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്നറിയുന്നു. പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങുന്ന വാഹനങ്ങളും ചന്ദൂരിൽ നിന്ന് 2 വരിയായിട്ട് വരുന്ന വാഹനങ്ങളും അവിടെ ബ്ലോക്കാകും. ഒറ്റ വരിയിലേക്ക് വന്ന് ബ്ലോക്കാവുക. അരൂക്കുറ്റിയിൽ വരുന്ന വാഹനങ്ങൾ അവിടെ യൂ ടേൺ എടുക്കുന്നത് കൊണ്ട് എല്ലാ വാഹനങ്ങളും കൂടി ഒന്ന് വലിയ ഗതാഗത കുരുക്കാണ് അവിടെ ഉണ്ടാകുന്നത്. അത് പരിഹരിക്കാൻ ഒരു ട്രാഫിക് പോലീസിനെയോ അല്ലെങ്കിൽ ഈ കരാർ പണിക്കാരുടെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ചുമതലക്കാരവിടെ ഏർപ്പെടുത്തിയ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കെൽട്രോൺ ജംഗ്ഷൻ്റെ ഭാഗത്ത് വലിയ രീതിയിൽ മെറ്റിൽ കൂട്ടിയിട്ട് ഒരു വലിയ കൂന ഉണ്ടാക്കിയിരിക്കുക. ആ കൂന വലിയ തടസ്സമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാണ നിർമ്മാണത്തിൻ്റെ വേറെ പ്രശ്നങ്ങൾ, കാണയിൽ നിന്ന് വരുന്ന മണലും ഇതൊക്കെ എടുത്ത് റോഡിലേക്ക് ഇടുക, നിർമ്മിതിയായിട്ട് ബന്ധപ്പെട്ട് വേസ്റ്റായിട്ടുള്ള വലിയ ഉരുക്ക് ഷീറ്റുകളും ഉരുക്ക് കമ്പികളൊക്കെ റോഡിലേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ്. അതവിടെ നിന്ന് കുറേ ഒതുക്കി കഴിഞ്ഞാൽ തന്നെ വാഹന ഗതാഗതം കുറേ കൂടി കംഫർട്ടായി പോരുന്ന രീതിയിൽ ജോലിക്കാരുടെ അലംഭാവം ഉണ്ട് ഇതിനകത്ത്. രാവിലെ ഒരു 8 മണി മുതൽ 10 മണി വരെ അനാവശ്യമായി ക്രെയിനുകൾ റോഡിലേക്ക് ഇറക്കുകയും ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം സമയങ്ങളിൽ ആ പീക്ക് അവറിലെങ്കിലും ഇവർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു ചിട്ടയോടുകൂടി ഒരു പ്രവർത്തനം നടത്തിയാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രാൻസ്ഫോമറുകൾ KSEBയുടെ പല ട്രാൻസ്ഫോമറുകളും റോഡിനെ നടുക്കായിട്ടിരിക്കുന്ന സ്ഥിതിയാണ്. എത്രയോ നേരത്തെ ഇവർ മാറ്റി സ്ഥാപിക്കേണ്ടതായിരുന്നു. കൂടാതെ പാതയോരങ്ങളിൽ ഇപ്പോഴുമുള്ള KSEB ട്രാൻസ്ഫോമറുകൾ മാറ്റി സ്ഥാപിക്കാത്തതും ഉപയോഗശൂന്യമായ നിർമ്മാണ വസ്തുക്കൾ നീക്കം ചെയ്യാത്തതും പാതയോരങ്ങളിൽ വിവിധ ആവശ്യങ്ങളിൽ കുഴിയെടുക്കുന്നതും നിർമ്മാണ സാമഗ്രികൾ പാതയോരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നതും സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തിക്കിത്തിരക്കുന്നതും പരിചയസമ്പന്നരായ ട്രാഫിക് ഗാർഡുകളെ നിയമിക്കാത്തതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട്. അരൂക്കുറ്റി ഭാഗത്തു നിന്ന് അരൂർ കോട്ടപ്പുറം റോഡ് വഴി വരുന്ന ഇരുചക്ര വാഹനക്കാർ ബൈപ്പാസ് കവലയിലേക്ക് എത്തുവാൻ വൺ വേ തെറ്റിക്കുന്നതും അപകട സാധ്യത നിലനിർത്തുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ചെളി നിറയുന്നതും ഇരുചക്ര വാഹനക്കാർക്ക് ഏറെ അപകട സാധ്യതയുള്ളതാണ്. ചെറിയ മഴയ്ക്ക് പോലും പാതയോരങ്ങളിൽ വെള്ളക്കെട്ടാണ് കാണുന്നത്. ആസന്നമായ ഇടവപ്പാതയിൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. അരൂർ ക്ഷേത്രം കവലയിൽ അരൂക്കറ്റി ഭാഗത്തേക്കുള്ള ബസ് ഷെൽട്ടറിന് മുന്നിലുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഈയിടെ കോൺക്രീറ്റ് ചെയ്തത് താൽക്കാലിക ആശ്വാസമായി കരുതാം. കാന നിർമ്മാണം ഇഴയുന്നതും യാത്രാ പ്രശ്നം സങ്കീർണമാക്കിയിട്ടുണ്ട്. ഗതാഗത കുരുക്കും യാത്രാക്ലേശവും ഒഴിവാക്കാൻ കൂടുതൽ ശാസ്ത്രീയമായ നടപടികളാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക്. നന്ദി.